ശ്രീ അടുത്ത വന്നു എന്താ ഇവിടെ അടക്കള നോക്കാൻ വേണ്ടിയേ ഹെൽത്ത് ഇൻസ്പെക്ടർ വന്നിട്ടുണ്ട്. ഹെൽത്തിൽ നാളെ വന്നിട്ട് അകത്തോട്ട് കയറി പോയിട്ടുണ്ട് വൃത്തി പരിശോധിക്കാൻ വേണ്ടിട്ട്. ഇവര് അടുക്കളയിൽ എന്താണ്? ഭർത്താവ് കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിരുന്നു. ഇപ്പൊ ചായ കുടിക്കാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചു. കബോർഡ് തുറന്ന് അതിന്റെ അകത്തോട്ട് കയറ്റി വെച്ചിരിക്കുകയാണ്. തുറന്ന് കണ്ട ബാലു, മതി, ഈ നാടകം നിർത്ത്. സത്യം പറയട്ടെ, എന്റെ ഹസ്ബൻഡ് എവിടെ? പ്ലാൻ ബി. നീ എന്തിനു കരയണ? ഒരാൾ കരയുന്നുണ്ട്, എനിക്ക് കരയായിരിക്കാൻ പറ്റൂല. എന്തായാലടാ എന്തായാലും മാറി. മാഡം, ഭർത്താവ് ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞിട്ട് കരഞ്ഞാ പോലെ. ബാലു, സത്യം പറ, എന്റെ ഹസ്ബൻഡ് എവിടെ? എന്റെ ആറ്റുകാല അമ്മച്ചി, എന്റെ പൊന്നു മേഡം, എനിക്കൊരാളെ തട്ടിക്കൊണ്ടു പോകാനുള്ള കെൽപ്പൊന്നുമില്ലെന്ന് അറിയാലോ, പിന്നെ എന്തിനിങ്ങനെ പറയണത്? സ്വസ്ഥത തീർക്കാൻ വേണ്ടി ഓരോരുത്തർ വന്ന് കയറിക്കോളും. ലാസ്റ്റ് ആയിട്ട് ചോദിക്കണം, എന്തെങ്കിലും അറിയാമെങ്കിൽ പറ. എന്റെ കൊച്ചെ, വിളിക്കുന്ന രാമായണം വായിച്ചിട്ട് സീതയുടെ ഭർത്താവ് നാമ കടോക്കെ എന്ന് പറയുമ്പോൾ ആയിപ്പോയത്. എന്തോന്നാണിത്? അച്ഛൻ എന്തിനാണ് ടെൻഷൻ അടിക്കണം? അച്ഛൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. എനിക്കറിയാം ഇയാളെ ടെൻഷൻ അടിക്കും, കാരണം ഇയാൾ തെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടാടേ പറയണത്? ഞാൻ എടുത്തിട്ട് മണ്ട പിന്നെ എന്നെ എന്തിനു കുറ്റപ്പെടുത്തണേ? താനേ ഇനി കൂടുതൽ ഒന്നും പറയണ്ട. ഞാൻ നേരെ പോകുന്നതേ IG-യുടെ അടുത്തോട്ടാ. അദ്ദേഹം എന്റെ പരിചയക്കാരനാ. തന്നെ കൊണ്ട് പോലീസുകാരെ വെച്ച് എങ്ങനെ സത്യം പറയിപ്പിക്കണമെന്ന് അവർക്കറിയാം. ഓണം ആരച്ചാ? അയ്യോ, എഞ്ചിനീയർ കൃഷ്ണകുമാർ സാറ്. ഹലോ സാറേ, സാറേ എവിടെ സാറേ? സുഖമാണെന്നാ? പിന്നെ എനിക്ക് പരമസുഖം തന്നെ. കാശിയില്ല. എന്തിന്? ആണാ? പളനി പോയാ? അതുവഴി കാശി പോയാ? ആ സാറേ, സാറിൻ്റെ ഭാര്യ ഇവിടെ ഉണ്ട്. അവർ പറഞ്ഞു ഞാൻ സാറിനെ തട്ടിക്കൊണ്ട് പോയത് കൊണ്ട് കേസ് കൊടുക്കുന്നു, എന്നെ അകത്താക്കൊന്നു. ആ ഞാൻ കൊടുക്കാം സാറേ. വേണ്ടേ? വേണ്ടെന്ന്. ബാലു, ഫോണും കിടക്ക്. എടുക്ക് പോ. ഹലോ കൃഷ്ണകുമാർ, എവിടെയാ? പളനിയിലോ? തിരിച്ചു വരുന്നില്ലേ? ആ, കാശിക്കോ? ഇന്ന് രാത്രി എന്നെ വിളിക്കണം, മറക്കരുത്. എനിക്ക് കൃഷ്ണകുമാറിനെ കാണണം. ആ, വിളിച്ചേ പറ്റൂ. ശരി. കട്ട് ചെയ്താ ഇതെന്തായി? മേഡം സ്വൈരം കൊടുക്കാതെ മനസ്സമ്മാനത്തിന് വേണ്ടി ആദ്യം പളനി പോയി, അവിടുന്ന് മുട്ടടിച്ച് കാശി, അടുത്ത ഹിമാലയത്തോട്ടാണ് പറഞ്ഞത്. പെട്ടെന്ന് പോയ കാശിലിട്ട് പിടിക്കാം. വിരോധം ഇല്ലെങ്കിൽ മിസ്റ്റർ ബാലു എന്റെ കൂടെ ഒന്ന് വരൂ. നന്നായി. അളിയന് സൈറ്റിൽ ഒരുപാട് ജോലിയുണ്ട്, ഞാൻ വന്നാൽ മതിയാ? ശ്രീ ശ്രീയോടെ പോണതിന് പോട്ടെ. പാവം ഒളിച്ചോടിയതാണ്. ഇനി കാശിയിൽ നിന്ന് പിടിച്ചോണ്ട് വന്നിട്ട് വീണ്ടും പിടിപ്പിക്കാനാണെങ്കിൽ അങ്ങ് വിട്ടാക്കി വെച്ചോട്ടെ എവിടെയെങ്കിലും. മിസ്റ്റർ ബാലു, എനിക്ക് കൃഷ്ണമോൻ അത്രയ്ക്ക് ഇഷ്ടമാണ്. അത്രയ്ക്ക് ഇഷ്ടം. ഈ ഇഷ്ടമാണ് പിന്നെ ദ്രോഹമായിട്ട് മാറുന്നത്. മേഡം, ഇനി ഒട്ടും സമയം കളയണ്ട. പെട്ടെന്ന് ചെന്നാൽ കാശിയിലേക്ക് പിടിക്കാം, അല്ലെങ്കിൽ ഹിമാലയത്തിലോട്ട് കയറും. അതിന് മുമ്പേ പിടിക്ക്, ചെല്ല്. സമയം ഒട്ടുമില്ല. ശരി ബാലു, എനിക്ക് എത്രയും വേഗം കൃഷ്ണകുമാറിനെ കാണണം. ഞാൻ ഇറങ്ങട്ടെ. എല്ലാവരും വിഷമിപ്പിച്ചതിന് സോറി. നീ വരണമെന്നാ അന്നതൊക്കെ പോരെ? ഭഗവാനെ, ടാറ്റയല്ല അമ്മച്ചി, കൃഷ്ണകുമാർ സാറിനെ പിടിയിട്ടല്ലേ. അയാൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ട്. എന്ത് ടെൻഷൻ. 2 ദിവസമായി കുളിന്നേനെ. ഇതാ ഇനിയെങ്കിലും ഷട്ടൊക്കെ മാറി ഇത് കുളിക്കിട്ട്. ഓരോ ഇടാകൂടം ചെന്ന് പെട്ട്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.